ഹായ് ഫ്രണ്ട്സ്, ഹോം ടിപ്സ് വിത്ത് അനുവിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ദിവസവും ഈച്ചകളെ തുരത്തി മടുത്തവരാണോ? കഴിക്കാനെടുക്കുന്ന ഭക്ഷണത്തിന് മുകളിലും അടുക്കളയിലും മറ്റും ഈ ശല്യക്കാർ വന്ന് രോഗങ്ങൾ പരത്തുന്നത് കാണുമ്പോൾ എന്തു ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണോ? രാസവസ്തുക്കൾ നിറഞ്ഞ സ്പ്രേകൾ ഉപയോഗിച്ച് ആരോഗ്യത്തിന് ദോഷം വരുത്താതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു മാന്ത്രിക ലായനി ഉണ്ടാക്കി ഈച്ചകളെ ഒറ്റയടിക്ക് തുരത്താൻ ഒരു സൂപ്പർ വിദ്യയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഈച്ചകളെ തുരത്താൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് 5 സാധനങ്ങളാണ്. ടൂത്ത് പേസ്റ്റ്, ഷാമ്പു, കർപ്പൂരം, മഞ്ഞൾപ്പൊടി, ശുദ്ധജലം എന്നിവ. ഈ ചേരുവകൾ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേക ഗുണങ്ങളുണ്ട്. കർപ്പൂരത്തിൻ്റെ തീവ്രമായ ഗന്ധം ഈച്ചകൾക്ക് തീരെ സഹിക്കാൻ കഴിയില്ല. ഇതൊരു മികച്ച പ്രകൃതിദത്ത റിപ്പലൻ്റാണ്. ആൻറ്റിസെപ്റ്റിക് ഗുണമുള്ള മഞ്ഞളിൻ്റെ മണവും ഈച്ചകളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നു. ടൂത്ത് പേസ്റ്റ് ആൻഡ് ഷാമ്പു 2 ചേരുവകളും ലായനിയെ പ്രതലങ്ങളിൽ കൂടുതൽ നേരം ഒട്ടിപ്പിടിപ്പിച്ച് നിൽക്കാൻ സഹായിക്കും. ഈച്ചകൾക്ക് കടന്നുപോകാൻ ഇഷ്ടമല്ലാത്ത ഒരു സംരക്ഷിത പാളി ചെയ്യുന്നു. ഇനി ഈ പവർഫുൾ ലായനി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഏകദേശം 1 കപ്പ് ശുദ്ധജലം എടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൂത്ത് പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കി ലയിപ്പിക്കുക. അടുത്തതായി 1 ടേബിൾ സ്പൂൺ ഷാമ്പു, 3-4 കർപ്പൂരം പൊടിച്ചത്, 1 നുള്ള് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. നമ്മുടെ ഈച്ചവിരുദ്ധ ലായനി ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് എങ്ങനെ ഉപയോഗിക്കണം? ഒന്നാമതായി, ഈച്ചകൾ സ്ഥിരമായി വരുന്ന ജനൽ ചില്ലുകളിലും വാതിൽ ഫ്രെയിമുകളിലും ചവറ്റുകുട്ടയ്ക്കും അടുത്തുള്ള ഭിത്തികളിലും ഈ ലായനി സ്പ്രേ ചെയ്യുക. അടുത്തതായി, കിച്ചൺ കൗണ്ടർ ടോപ്പുകളും ഡൈനിങ് ടേബിളും തറയുമെല്ലാം ഈ ലായനി ചേർത്ത വെള്ളം ഉപയോഗിച്ച് തുടയ്ക്കുക. ഇത് ദിവസവും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീടും പരിസരവും ഈച്ചരഹിതമാകും. ഈ ലായനി ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, ഇത് വലിയ രാസവസ്തുക്കളില്ലാത്തതിനാൽ നമ്മുടെ ആരോഗ്യത്തിനൊരു ദോഷവുമില്ല. മാത്രമല്ല, വീടിനൊരു നല്ല സുഗന്ധം ലഭിക്കുകയും ചെയ്യും. ഈ ലളിതമായ വിദ്യ നിങ്ങൾ ഇപ്പോൾ തന്നെ പരീക്ഷിച്ച് നോക്കൂ. ഈച്ചശല്യം മാറിയതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ടിപ്പ് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. ഇനിയും അടിപൊളി ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.